റൂട്ടോബിക്സ് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യുമെന്നും തണ്ടിനെ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. അതിനാൽ ഞാൻ അത് ഉപയോഗിച്ചു. ഫലം നല്ലതായിരുന്നു. പൂവിടാൻ ഞാൻ FL77 ഉപയോഗിച്ചു. ഏലക്കയിൽ കായ്ക്കാൻ ഞാൻ ഓ ഡ്രോപ്പ് ഉപയോഗിച്ചു. ഇനി ഈ ഏലക്കായുടെ കായിൽ എത്ര വിത്തുകളുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ആകെ 13 വിത്തുകളുണ്ട്. എന്റെ സഹകർഷകർക്ക് ആശംസകൾ. എന്റെ പേര് മുത്തുകുമാർ. ഞാൻ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് കൃഷി ചെയ്യാനായിട്ട് ചെറിയ പൂന്തോട്ടമുണ്ട്. ഏലം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. മുമ്പ് ഏലം ചെടികൾക്ക് കായ്കൾ കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ APKS ഓർഗാനിക്സ് വളം കണ്ടു, ഓർഡർ ചെയ്തു, ലഭിച്ചു. റൂട്ടോബിക്സ് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യുമെന്നും തണ്ടിനെ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. അതിനാൽ ഞാൻ അത് ഉപയോഗിച്ചു. ഫലം നല്ലതായിരുന്നു. പൂവിടാൻ ഞാൻ FL77 ഉപയോഗിച്ചു. കായ്ക്കാൻ ഞാൻ ഓ ഡ്രോപ്പ് ഉപയോഗിച്ചു. ഇതൊരു നാടൻ ഏല ഇനമാണ്. ഇതൊരു പുരാതന ഏല ഇനമാണ്. ഞാൻ ഈ APKS ഓർഗാനിക് വളം ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കായ്കൾ നന്നായി വളർന്നു, തണ്ടുകൾ ശക്തമാണ്. നാടൻ ഇനം ഏലമാണ് യഥാർത്ഥ ഇനം. ഈ സസ്യങ്ങൾ ഏകദേശം 3 അടി വരെ ഉയരത്തിൽ വളരും. ഞാൻ APKS ഓർഗാനിക് വളം ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏലക്ക പോഡിലെ വിത്തുകളുടെ എണ്ണം നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ആകെ 13 വിത്തുകളുണ്ട്. നന്ദി.